ഖുറാനിലെ 10ാമത്തെ സൂറ യൂനിസിൽ നിന്നുള്ള 65, 66 ആയത്തുകളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് 65ാമത്തെ ആയത്തിനെ കുറിച്ചാണ്. അള്ളാഹു തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വലാ യഹ്സുകൻ ഖൗലഹും, അവർ നിന്നോട് പറയുന്ന കാര്യങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കരുത്. അതെ, അവർ പറയുന്ന കാര്യങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കരുത്. അതിനർത്ഥം പ്രവാചകനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആളുകൾ പറഞ്ഞേക്കാം എന്നാണ്. അള്ളാഹു പറയുന്നു, ഒരിക്കലും അത് നിന്നെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഭാരം ഉൾക്കേണ്ട ആവശ്യമോ നിനക്കില്ല. അതിനേക്കാൾ ശക്തമാവുകയാണ് നീ ചെയ്യേണ്ടത്. കാരണം നിന്നെ അതിൽ വിഷമിച്ചാൽ നിന്റെ പണി ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. ആളുകളിലേക്ക് ഇസ്ലാമിന് സന്ദേശം എത്തിക്കാനുള്ളവനാണ് നീ. പ്രതീക്ഷയുടെ, ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സന്ദേശം. നിന്റെ മനോവീര്യം കിട്ടിയാൽ നീ എങ്ങനെയാണ് ആളുകൾക്ക് ആ സന്ദേശം നൽകുക? എവിടെ നിന്നാണ് മനോവീര്യം ലഭിക്കുക? അതുകൊണ്ട് ഇവരുടെ വാക്കുകളൊന്നും നിന്നെ തളർത്താൻ പാടില്ല. പറയുന്നത് നിന്നെയോ അള്ളാഹുവിനെയോ ഇസ്ലാമിനെയോ അപമാനിക്കുന്നതായി തോന്നിയാൽ, ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീല, തീർച്ചയായും പ്രതാപം മുഴുവൻ അള്ളാഹുവിൻ്റെ അധീനത്തിലാകുന്നു. അഭിമാനവും അധികാരവും ബഹുമാനവും അദ്ദേഹത്തിനാണ്. അള്ളാഹുവിനെ ആരെങ്കിലും അപമാനിക്കാമെന്ന് കരുതുന്നെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവാണ് അധികാരി എന്ന് മാത്രമല്ല, ഹുവസ്സമിയുൽ അലീം. അവർ പറയുന്നത് അള്ളാഹു കേട്ടില്ല എന്നുള്ളതല്ല. അവർ പറയുന്നത് അള്ളാഹുവിനെ അറിയാത്തതുമല്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകന് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ വൃത്തികെട്ട കാര്യങ്ങൾ കേട്ടാലും അതൊക്കെയും അവഗണിച്ച് തുടർന്നു പോവാൻ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട്, കമൻറ്റ്സ് വായിക്കാറുണ്ട്. അതിലൊക്കെയും പലപ്പോഴും ഇസ്ലാമിനെതിരെ വളരെ വൃത്തികെട്ട കമൻറ്റുകൾ വരുന്നതായി നമുക്ക് കാണാം. വളരെ നീചമായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, എങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ച് ഇവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രവാചകനെക്കുറിച്ചും അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് അവർ പുറത്തേക്ക് വിടുന്ന വെറുപ്പിൻ്റെയും വംശീയതയുടെയും ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ എത്തരത്തിലുള്ള ആളുകളാണ് ഇവരെന്ന്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. ഇതൊരു പക്ഷെ നിങ്ങളെ ബാധിച്ചേക്കാം. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകനോട് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മളിവിടെ അസ്വസ്ഥമാകുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ടാണെങ്കിൽ നമുക്കറിയാം റസൂലും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? അത് നമ്മെ ബാധിക്കാൻ അനുവദിക്കരുത് എന്നാണ്. അതൊരിക്കലും അള്ളാഹുവിൻ്റെ അഭിമാനത്തിന് തോട്ടം പറ്റുന്നതല്ല. അള്ളാഹുവിനെല്ലാം ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അസ്വസ്ഥരാവേണ്ടതില്ല. എന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് എന്താണ് അള്ളാഹു കൃത്യമായി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ മാത്രമല്ല അവരുടെയും ഉടമസ്ഥനാണ് അള്ളാഹു. അലാ ഇന്ന അല്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയിലെയും ആകാശത്തിനെയും സകലതിൻ്റെ ഉടമസ്ഥനാകുന്നു. അതുകൊണ്ട് തന്നെ സകലത്തും അള്ളാഹു അറിയുന്നുമുണ്ട്. അതിനുള്ള ശിക്ഷ അദ്ദേഹം നൽകുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വൃത്തികെട്ട കമൻറ്റുകളോ അല്ലെങ്കിൽ വംശീയമായ കാര്യങ്ങളും നമ്മളെ ബാധിച്ചാൽ അപ്പോൾ പിന്നെ അതിനോട് പ്രതികരിക്കുക മാത്രമായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് നമ്മളെ എന്തിനാണോ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ പെട്ട് മറന്നു പോകാം. ഇതൊക്കെയും കേവലം ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ മതം കൃത്യമായി പഠിക്കുക, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ കൃത്യമായി പ്രചരിപ്പിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ എന്ത് ചെയ്താലും നമ്മളോട് വെറുപ്പ് മാത്രം പറയുന്ന, നമ്മുടെ വിദ്വേഷം മാത്രം പറയുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ അവർ പറയുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞ് ജീവിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഉദ്ദേശത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നമ്മൾ അവരെ അനുവദിക്കരുത്. ഇതുതന്നെയാണ് പ്രവാചകനോടും അള്ളാഹു നേരിട്ട് പറഞ്ഞത്.